2022 സെപ്റ്റംബർ മാസം 18 ഏകദേശം ഒരു 8 മണി. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ കുറ്റിക്കാടുകൾക്കും മരങ്ങൾക്കും പുൽമേടുകൾക്കും ഇടയിലുള്ള വനന്ത്ര എന്ന റിസോർട്ടിൽ 25-കാരനായ ആ റിസോർട്ട് സെർവറായ അഭിനവ് ഒരു ഡിന്നർ ട്രോളി മറ്റൊരു മുറിയിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു മുറിയിൽ സ്ത്രീയുടെ കരച്ചിൽ അവൻ കേട്ടു. അവൻ ആ മുറിയിലേക്ക് തന്നെ നോക്കി. പകുതി തുറന്ന വാതിലിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ നോക്കി. അവിടെ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്ന 19 വയസ്സുള്ള അങ്കിത എന്ന പെൺകുട്ടിയെ 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവളുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നു. വായ അടച്ചു പിടിച്ചിരുന്നു. ഇത് കണ്ട് ഒരല്പം ഞെട്ടിപ്പോയ അഭിനവ് ഒരല്പസമയം അങ്ങനെ നിന്നു. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അവിടെ നിന്നും നടന്നു. പെട്ടെന്ന് ആ മുറി പൂട്ടുന്ന ശബ്ദം കേട്ടു. എങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. താൻ കൊണ്ടുപോയ ഡിന്നർ കസ്റ്റമേഴ്സിന് വിളമ്പിയിട്ട് ഏകദേശം 1 മണിക്കൂറിന് ശേഷം അവൻ തിരികെ വന്നു. നേരത്തെ അങ്കിത ഉണ്ടായിരുന്ന അതേ മുറിയിൽ അവളുടെ വായെ പൊത്തിപ്പിടിച്ച അതേ ചെറുപ്പക്കാരൻ ആ വാതിൽ പുറമെ പൂട്ടുന്നതായിരുന്നു അവൻ കണ്ടത്. അവന്റെ മുടിയും വസ്ത്രവുമെല്ലാം യാതൊരു ഒതുക്കവുമില്ലായിരുന്നു. കൂടാതെ ആ മുറിയിൽ നിന്നും യാതൊരു ശബ്ദവും ഇപ്പോൾ കേൾക്കുന്നില്ല. അത് വളരെ നിശബ്ദമായിരുന്നു. ഇത് അഭിനവ് ശ്രദ്ധിച്ചു. അങ്കിതയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ മുറി കടന്നുപോയി. അവന് മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതേ സംശയം വന്നിട്ടുണ്ടാകും. ഉത്തരേന്ത്യയെ ഒന്നടങ്കം ഞെട്ടിച്ച അങ്കിത ഭണ്ഡാരി കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. നവംബർ മാസം 11 ഉത്തരാഖണ്ഡിലെ ശ്രീകോട്ടിലാണ് അങ്കിത ജനിച്ചത്. അവൾ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, മറ്റുള്ളവരോട് തിന്മ ചെയ്യരുത് എന്ന് കുട്ടിക്കാലം മുതലേ അവളുടെ മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചു. അവൾ ഒരു സത്യസന്ധയായ പെൺകുട്ടിയായി തന്നെ വളർന്നു വന്നു. കഠിനമായി പഠിച്ച് ജോലിക്ക് പോയ ശേഷം ആ കുടുംബത്തിന് നല്ലൊരു ജീവിതം നൽകണമെന്ന് അവൾ സ്വപ്നം കണ്ടു. സ്കൂൾ പഠിത്തം കഴിഞ്ഞ് അവൾ സ്വകാര്യ കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റിന് ചേർന്നു. ഈ കോഴ്സ് കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് പോകാം എന്ന് കരുതിയ അങ്കിതയ്ക്ക് പെട്ടെന്ന് ഒരു ദുഃഖം നിറഞ്ഞ സാഹചര്യം ഉണ്ടായി. അങ്കിതയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അയാളെ പെട്ടെന്ന് പുറത്താക്കി. ആ കുടുംബത്തിൽ അച്ഛൻ മാത്രമായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ വീട്ടു വാടക, കുടുംബ ചിലവ്, വിദ്യാഭ്യാസം, അങ്കിതയുടെയും സഹോദരന്റെയും വിദ്യാഭ്യാസം, ഇവയ്ക്കെല്ലാം പണമില്ലാതെ ആ കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനാൽ അങ്കിത എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഇനി പഠനം തുടരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. അവളുടെ കോളേജിൽ നിന്നും അവൾ പഠനം അവസാനിപ്പിച്ചു. പിന്നീട് അവൾ ഒരു ജോലി അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വനന്ത്ര റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായി ഒരാളെ ആവശ്യമുണ്ട്, ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് എന്ന വാർത്ത അവൾ പത്രത്തിൽ കാണുന്നത്. ആ ജോലിക്ക് അവൾ അപേക്ഷിച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആ റിസോർട്ടിൽ നിന്നും ഒരു ഇന്റർവ്യൂവിന് വരാൻ അവൾക്കൊരു മറുപടി ലഭിച്ചു. അവൾ കുറച്ചു ദിവസത്തേക്കാണെങ്കിലും ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഇന്റർവ്യൂവിന് വേണ്ടി അവൾ നന്നായി തയ്യാറെടുത്തു. പക്ഷെ ഇന്റർവ്യൂവിന് വന്ന മറ്റുള്ളവരെ കണ്ടപ്പോൾ തനിക്ക് ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്നവൾ ഭയപ്പെട്ടു. പക്ഷെ അവൾ ഭയന്നതിന് വിപരീതമായിരുന്നു സംഭവിച്ചത്. അവർ അവളെ തിരഞ്ഞെടുത്തു. റിസോർട്ട് മാനേജ്മെന്റ് അവൾക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡറും നൽകി. മാത്രമല്ല, അവൾക്ക് ആ റിസോർട്ടിൽ നിന്നും അങ്കിതയുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്യണം. അതിനാൽ അവർ അവൾക്ക് താമസിക്കാൻ ആ റിസോർട്ടിൽ തന്നെ ഒരു മുറി സൗജന്യമായി നൽകി. ഇത് കാരണം അവളുടെ കുടുംബവും ഒരുപാട് സന്തോഷിച്ചു. ഒരു നല്ല ജീവിതം നയിക്കാനുള്ള സ്വപ്നവുമായി അവർ അങ്കിതയെ ഋഷികേശിലേക്ക് അയച്ചു. എന്നാൽ അടുത്ത 1 മാസത്തിനുള്ളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം നടക്കാൻ തുടങ്ങി. അവൾ റിസോർട്ടിൽ പോയതിനു ശേഷം ദിവസവും അത്താഴ സമയത്ത് എപ്പോഴും മാതാപിതാക്കളെ വിളിച്ച് സംസാരിക്കും. എന്നാൽ അന്നത്തെ ദിവസം പിതാവിന് അവളിൽ നിന്നും കോളൊന്നും ലഭിക്കാത്തതിനാൽ അവർ അങ്കിതയുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒരല്പസമയത്തിന് ശേഷം വീണ്ടും ട്രൈ ചെയ്തു. അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആദ്യം ആ ഫോണിൽ ചാർജ് ഇല്ലായിരിക്കാം എന്നായിരുന്നു കരുതിയത്. സമയം കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛന് സംശയം തോന്നി. ആ റിസോർട്ടിലെ മാനേജറെ വിളിച്ചു. എന്നാൽ അവരും കോൾ അറ്റൻഡ് ചെയ്തില്ല. ഇപ്പോൾ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും മകനും വല്ലാത്ത ഭയമുണ്ടായി. അതിനുശേഷം അങ്കിതയുടെ അച്ഛൻ അങ്കിതയുടെ സുഹൃത്തായ പുഷപ്പിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പുഷപ്പും അങ്കിതയെ ഫോൺ വിളിച്ചു നോക്കി. യാതൊരു പ്രതികരണവുമില്ല. എനിക്കെന്തോ ഭയം തോന്നുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഋഷികേശിലേക്ക് പോകാമെന്ന് അങ്കിതയുടെ അമ്മ അച്ഛനോട് പറയാൻ തുടങ്ങി.
പക്ഷെ അപ്പോൾ തന്നെ അർദ്ധരാത്രി ആയിരുന്നു. ഋഷികേശിലേക്ക് ബസ് സൗകര്യം ഇല്ലായിരുന്നു. അതിനാൽ അവർ രാവിലെ വരെ കാത്തിരുന്നു. ആദ്യത്തെ ബസ്സിൽ തന്നെ അങ്കിത ജോലി ചെയ്ത് റിസോർട്ടിലേക്ക് പോയി. എന്നാൽ അങ്കിത അവളുടെ മുറിയിൽ ഇല്ല. ഇത് കണ്ടതും അവർ ഞെട്ടി. അവളുടെ സഹപ്രവർത്തകരോട് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്കിതയ്ക്ക് സുഖമില്ല എന്നായിരുന്നു പറഞ്ഞത്. മാനേജർ സൗരഭ് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല. അതേസമയം അങ്കിതയുടെ സുഹൃത്ത് പുഷപ്പിനും മാനേജറിൽ നിന്നും ഒരു കോൾ വന്നു. അതിൽ മാനേജർ, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നെ പലതവണ വിളിച്ചത് എന്നും ചോദിച്ചു. ഇതിന് പുഷപ്പ്, ഞാൻ അങ്കിതയുടെ സുഹൃത്താണ്, അവളുടെ ഫോൺ ഇന്നലെ മുതലേ സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് എന്നും പറഞ്ഞു. അങ്കിത റിസോർട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഇതിനാ മാനേജർ, അങ്കിതയെ കാണാനില്ല, ഞങ്ങളും അവളെ തിരയുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഒന്നും മനസ്സിലാകാത്ത പുഷപ്പ്, എന്ത് കാണാതായോ, എന്താണ് പറയുന്നത്, എങ്ങനെ കാണാതായി എന്ന് ചോദിച്ചു. അതിന് മാനേജറും, അവൾ ജോലിക്കിടെ ബോധരഹിതയായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ബോധം വന്നു. അവൾ ഒരു ഭ്രാന്തിയെ പോലെ അലറാൻ തുടങ്ങി. ഞങ്ങൾ ആ കാറ് നിർത്തി. പെട്ടെന്ന് അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി. ഇത് കേട്ട് പുഷപ്പിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവളുടെ മൊബൈൽ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ചോദിച്ചു. അതിന് മാനേജർ പറഞ്ഞത്, ഇന്നലെ മുതലേ അവളുടെ ഫോണിൽ ചാർജ് ഇല്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആ ഫോൺ ഞങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു. ഞങ്ങൾ അങ്കിതയെ തിരയുകയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, നിങ്ങൾ ഇക്കാര്യം അവളുടെ മാതാപിതാക്കളെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്തു. ഉടൻ തന്നെ റിസോർട്ടിൽ കാത്തുനിന്ന അവളുടെ മാതാപിതാക്കളോട് പുഷപ്പ് ഇക്കാര്യം പറഞ്ഞു. ഇത് കേട്ട് അവളുടെ മാതാപിതാക്കൾ കരയാൻ തുടങ്ങി. ഒരല്പസമയം കഴിഞ്ഞ റിസോർട്ടിലേക്ക് വന്ന മാനേജരോട് അങ്കിത എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പുഷപ്പിനോട് പറഞ്ഞു അതേ മറുപടി തന്നെ പറയാൻ തുടങ്ങി. തീർച്ചയായും അങ്കിതയെ കണ്ടെത്താം, ഭയപ്പെടേണ്ട, പരിഭ്രാന്തരാകണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഒരല്പം പോലും ഇത് വിശ്വസിക്കാൻ അവളുടെ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. തീർച്ചയായും ഇതിൽ എന്തോ കുഴപ്പമുണ്ട്, എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലായി. അതിനാൽ വീണ്ടും കാത്തിരുന്ന് സമയം കളയണ്ട, ഉടൻ തന്നെ പോലീസിൽ അവർ പരാതിപ്പെട്ടു. പോലീസ് സാധാരണ എപ്പോഴത്തെയും പോലെ എന്ത് പറയുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. വിദേശ രാജ്യങ്ങളിലെല്ലാം ഒരു കുട്ടിയോ സ്ത്രീയോ കാണാതാവുകയാണെങ്കിൽ അതിനുശേഷമുള്ള ഓരോ സെക്കൻഡിനെയും ഗോൾഡൻ അവർ എന്ന് വിളിക്കും. കാരണം എത്ര വേഗത്തിലാണ് ഓരോ ചുവടും എടുത്തു വയ്ക്കുന്നത്, അത്ര പെട്ടെന്ന് അവർക്കൊന്നും സംഭവിക്കാതെ തിരികെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ആദ്യം പറയുന്ന വാക്ക്, നിങ്ങളുടെ മകൾ ആരോടൊപ്പമെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ടാകും, അവൾ തന്നെ ഫോൺ വിളിച്ചോളും, 2 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞ് നിസാരമായി കളയും. FIR പോലും ഫയൽ ചെയ്തില്ല. അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എങ്കിൽ പോലും അങ്കിതയുടെ മാതാപിതാക്കൾ അന്നത്തെ ദിവസം മുഴുവനും പല പോലീസ് സ്റ്റേഷനുകളിൽ ചെന്ന് FIR ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ആരും ആ പരാതി ഗൗരവമായി എടുത്തില്ല, FIR ഫയൽ ചെയ്തില്ല. ഇത് കാരണം അങ്കിതയുടെ അച്ഛന് വല്ലാത്ത ദേഷ്യം വന്നു. അങ്കിതയുടെ സുഹൃത്തും പുഷപ്പും ചേർന്ന് ഉത്തരാഖണ്ഡ് DGP ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടത്താൻ തുടങ്ങി. പെട്ടെന്ന് ഇക്കാര്യം മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു. ഈയൊരു വാർത്ത വൈറലാകാൻ തുടങ്ങി. അതിനുശേഷം സെപ്റ്റംബർ മാസം 22-ന് പോലീസ് അവളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അടുത്ത ദിവസം സെപ്റ്റംബർ മാസം 23-ന് റിസോർട്ടിന്റെ ഒരു ഭാഗം ബുൾഡോസർ ഉപയോഗിച്ച് അവർ പൊളിച്ചു. കൂടാതെ അങ്കിത താമസിച്ചിരുന്ന മുറി ഉൾപ്പെടെ ചില മുറികൾ കത്തി നശിച്ചു. ഇതറിഞ്ഞ പോലീസ് തെളിവ് നശിപ്പിക്കാൻ ഒരു പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകുമോ എന്ന സംശയത്തിൽ ആ ബുൾഡോസർ ഡ്രൈവറായി ദീപകിനെ പിടികൂടി അന്വേഷണം ആരംഭിച്ചു. ദീപക് പറഞ്ഞത് MLA രേണുകയുടെ PA ആവശ്യപ്പെട്ടിട്ടാണ് റിസോർട്ടിന്റെ റൂം ഞാൻ ഇടിച്ചതെന്ന് പറഞ്ഞു. ദീപക് പറഞ്ഞ MLA BJP-കാരനാണെന്ന് പോലീസിന് മനസ്സിലായി. ഇത് കാരണം ആ MLA-യെ പിരിച്ചുവിടാൻ കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിച്ചു. ഇതൊരു മിസ്സിംഗ് കേസ് എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ പലരും മുതലെടുക്കാൻ തുടങ്ങി. ഇത് മാധ്യമങ്ങളിൽ വളരെ വലിയ വിഷയമായി മാറുന്നു. അതിനാൽ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നടക്കുന്ന ഏറ്റുമുട്ടലായി മാറരുത് എന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പ സിംഗ് ധാമ ചിന്തിച്ചു. ആ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്കാളിത്തം ഇല്ലാതെ അങ്കിതയുടെ കേസ് സ്വതന്ത്രമായി അന്വേഷിക്കാൻ അദ്ദേഹം പ്രത്യേക അന്വേഷണ ടീമിനെ നിയോഗിച്ചു. കൂടാതെ ബുൾഡോസർ ഡ്രൈവർ ദീപക് പറഞ്ഞതുപോലെ MLA-ക്ക് എതിരായ കുറ്റാരോപണം തെളിഞ്ഞാൽ MLA-ആയ രേണുവിനെ ഉടൻ തന്നെ പിരിച്ചുവിടുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. തുടർന്ന് പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ആദ്യ പടിയായി ആ വനന്ത്ര റിസോർട്ടിൽ സീൽ വെച്ചു. ആ സമയത്ത് പ്രശ്നം വീണ്ടും ഗുരുതരമായി. സെപ്റ്റംബർ മാസം 24-ന് ജില്ലാ നദിയിൽ ഒരു ഡെഡ് ബോഡി കണ്ടതായി പോലീസിന് ഒരു വിവരം ലഭിച്ചു. പോലീസ് ഉടൻ തന്നെ ആ നദിയിലേക്ക് പോയി. തിരിച്ചറിയാനാകാത്ത അവസ്ഥയിൽ, വെള്ളം നിറഞ്ഞ് വീർപ്പുമുട്ടിയ അവസ്ഥയിൽ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി. പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് അങ്കിതയുടെ ഡെഡ് ബോഡിയാണെന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ മരണകാരണം വെള്ളത്തിൽ വീണ് ശ്വാസം മുട്ടി മരിച്ചതാണെന്നും അറിഞ്ഞു.
എന്നാൽ അവൾ മരിക്കുന്നതിന് മുൻപ് ക്രൂരമായി അവൾ മർദ്ദനമേറ്റിട്ടുണ്ട്, കൂടാതെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ വന്നു. ഇതിനകം തന്നെ അവളെ കാണാതായത് മാധ്യമങ്ങൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഒരു വലിയ കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. ഇപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു കലാപം തന്നെ സൃഷ്ടിച്ചു. കൊലയാളിയെ പെട്ടെന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രതിഷേധം നടത്താൻ തുടങ്ങി. ഈ സമയമാണ് പോലീസ് ആ റിസോർട്ടിൽ ജോലി ചെയ്ത മറ്റു ജോലിക്കാരോട് അങ്കിതയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ ആ കാര്യം അത് താൻ കണ്ടുവെന്ന് അഭിനവ് പോലീസിനോട് പറഞ്ഞു. അന്ന് അവളുടെ വായ പൊത്തിപ്പിടിച്ചവൻ റിസോർട്ട് ഉടമ പുൽകിത് ആര്യയാണ്. റിസോർട്ടിന്റെ സ്റ്റാഫ്സ് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് റിസോർട്ട് അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത, മാനേജറായ സംഗീത്, ഈ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിനായി കസ്റ്റഡിയിലെടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അവർ സമ്മതിച്ചു. അങ്കിത ഈ റിസോർട്ടിൽ ജോലിക്കായി അപ്ലൈ ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരുന്ന ഫോട്ടോ കണ്ടപ്പോൾ അവൾ സുന്ദരിയായതിനാൽ ആ ഒരു കാരണം കൊണ്ടാണ് അവളെ ഇന്റർവ്യൂവിന് മാനേജർ വിളിച്ചത്. നേരിട്ട് കാണാനും അവൾ സുന്ദരിയായതിനാൽ റിസോർട്ട് ഉടമ പുൽകിത് ആര്യ അവൾക്ക് ജോലി കൊടുക്കാൻ ആജ്ഞാപിച്ചു. ജോലിയിൽ ചേർന്ന ശേഷം മാനേജർ അവളോട് നന്നായി സംസാരിച്ചു. അതായത്, നീ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണ്, നീ കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ സഹായിക്കണം, ഇതുപോലെയൊക്കെ ഉപദേശിച്ചു. പക്ഷേ ഒരാഴ്ച അങ്ങനെ സംസാരിച്ചവൻ പിന്നീട് അവൻ്റെ സംസാര ശൈലിയിൽ ഒരു മാറ്റം കാണിച്ചു. അതായത്, നീ എത്ര നാൾ ഇങ്ങനെ കഷ്ടപ്പെടാൻ പോകുന്നു, പെട്ടെന്ന് കരകയറാൻ ഒരു വഴിയുണ്ട്. ഇത് കേട്ട് അങ്കിത ഒന്ന് ഞെട്ടി. അതെന്ത് വഴി, എന്താണ് വഴി എന്ന് ചോദിച്ചു. ആ റിസോർട്ടിൽ താമസിക്കാൻ ഒരുപാട് VIP കസ്റ്റമേഴ്സ് വരും. അവർക്ക് നീ കോൾ ഗേൾ സർവീസ് ചെയ്താൽ മാസം നീ കഷ്ടപ്പെട്ട് വാങ്ങുന്ന ശമ്പളം ഒറ്റ രാത്രിയിൽ അവർ നൽകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിപ്പോയ അങ്കിത, എന്താ സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ അത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയെ അല്ല, അതിനാൽ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് കർശനമായി അവൾ പറഞ്ഞു. പക്ഷെ മാനേജർ അത് അവസാനിപ്പിച്ചില്ല. കോൾ ഗേൾ സർവീസ് ചെയ്യാൻ അവളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. നിനക്ക് ധാരാളം വരുമാനം ലഭിക്കും, കഠിനാധ്വാനം ചെയ്യാതെ തന്നെ ഒരുപാട് സമ്പാദിക്കാം, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങാം, ധാരാളം ആളുകൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അങ്കിത, ഇനി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് പറയും. വളരെ ദേഷ്യത്തോടു കൂടി അവൾ പറഞ്ഞു. ഇത് മാനേജർ റിസോർട്ടിന്റെ ഉടമയോട് പറഞ്ഞു. അങ്കിത നമ്മുടെ വഴിയിലേക്ക് വരില്ല എന്ന് റിസോർട്ട് ഉടമയായ പുൽകിത്തിനോട് ഫോൺ വിളിച്ച് പറഞ്ഞു. ഇത് കേട്ട് പുൽകിത് നേരിട്ട് റിസോർട്ടിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന 2 മാനേജറെയും വിളിച്ച് നേരിട്ട് അങ്കിതയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അങ്കിതയോട് പുൽകിത് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. നിനക്ക് എത്ര തവണ പറഞ്ഞാലും മനസ്സിലാകില്ലേ, നിനക്ക് ഒരുപാട് സമ്പാദിക്കേണ്ട വഴിയല്ലേ പറഞ്ഞു തന്നത്, നിനക്ക് മനസ്സിലാകുന്നില്ലേ? അങ്കിതയും, എനിക്ക് അച്ചടക്കത്തോടു കൂടി ജീവിച്ച് സത്യസന്ധമായി കഠിനാധ്വാനം ചെയ്ത് കുറച്ച് സമ്പാദിച്ചാൽ മാത്രം മതി. നിങ്ങൾ പറയുന്നത് പോലെ സത്യസന്ധമല്ലാത്ത ജോലി ചെയ്ത് അതിന് കോടികൾ നൽകിയാലും ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ട് ദേഷ്യപ്പെട്ട അവർ, ഇന്ന് ഞാൻ പറഞ്ഞത് നീ കേൾക്കണം, ഇന്ന് രാത്രി തന്നെ നീ എൻ്റെ കൂടെ സ്റ്റേ ചെയ്ത് നിന്റെ സർവീസ് ആരംഭിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിന്നെ കൊന്നു കുഴിച്ചു മൂടുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട് അങ്കിത പേടിച്ച് കരയാൻ തുടങ്ങി. ഇനി താൻ ഇവിടെ ഒരിക്കലും ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നും വീട്ടിലേക്ക് പോകുന്നുവെന്നും പറഞ്ഞു. അവളുടെ മൊബൈൽ ഫോൺ മേശപ്പുറത്തു നിന്നും എടുക്കാനായി അവൾ പെട്ടെന്ന് ശ്രമിച്ചു. ഇത് കണ്ട പുൽകിത് അവളുടെ കൈ തട്ടിമാറ്റി ഫോൺ കയ്യിലെടുത്തു. അങ്കിത പേടിച്ച് പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ അവളുടെ നിലവിളി തടയാൻ അവർ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. അടുത്തുണ്ടായിരുന്ന മാനേജേഴ്സിനോട് വാതിൽ പൂട്ടാൻ ആവശ്യപ്പെട്ടു. അടച്ച മുറിക്കുള്ളിൽ വെച്ച് അവൻ അങ്കിതയുടെ കരണത്തിൽ അടിക്കാൻ തുടങ്ങി. അങ്കിത തന്നെ വിടണമെന്നും ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടുമെന്നും പറഞ്ഞു. ദേഷ്യം വന്ന പുൽകിത്, നീ പോലീസിൽ പരാതിപ്പെടുമോ എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യത്തോടെ രാക്ഷസനെ പോലെ അടിക്കാൻ തുടങ്ങി. അടുത്ത സെക്കൻഡ് തന്നെ അങ്കിതയ്ക്ക് ബോധവും നഷ്ടപ്പെട്ടു. ഇത് കണ്ട പുൽകിത്, നിങ്ങൾ പുറത്തിരിക്ക്, ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് മാനേജേഴ്സിനെ പുറത്താക്കുകയും ആ മുറിക്കുള്ളിൽ വെച്ച് അങ്കിതയെ റേപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് പുറത്തുണ്ടായിരുന്ന 2 മാനേജേഴ്സ് അകത്തേക്ക് വന്ന് അതേപോലെ തന്നെ ചെയ്തു. എല്ലാം അവസാനിച്ചതിന് ശേഷം ഇനി ഇവളെ പുറത്തുവിട്ടാൽ ഇവൾ പോലീസിൽ പോകും, അതുകൊണ്ട് ഇവളെ ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടാനായി പറഞ്ഞു. ഇവളെ കൊന്നാൽ ചോദിക്കാൻ ആരും വരില്ല, അവൾക്ക് യാതൊരു പശ്ചാത്തലവും ഇല്ലല്ലോ. അങ്ങനെ ഒരു ആസൂത്രണം നടത്തി. അങ്കിതയ്ക്ക് പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടുവെന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് സ്റ്റാഫ്സിനോട് പറഞ്ഞ് ഈ 3 പേരും ചേർന്ന് അങ്കിതയെ തൂക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന വ്യാജേന അവളെ കാറിലിരുത്തി. എന്നാൽ അങ്ങനെ പോയ അവർ ആൾ സഞ്ചാരമില്ലാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ചില്ല നദിയുടെ പ്രദേശത്തേക്ക് വരുന്നു. അതേസമയം
അബോധാവസ്ഥയിലായിരുന്ന അങ്കിത പെട്ടെന്ന് ഉണർന്നു. ഇത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ആ 3 പേരും വല്ലാതെ ഞെട്ടി. അവരെ നോക്കി വളരെ തളർന്ന സ്വരത്തിൽ തന്നെ വിട്ടയക്കണം, താൻ പോലീസിനോടൊന്നും പോകില്ല, ജീവനോടുകൂടി തന്നെ വിടണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ ആ 3 പേർ യാതൊരു ദയയും കൂടാതെ അവളെ വീണ്ടും വീണ്ടും ക്രൂരമായി പീഡിപ്പിക്കുകയും തൂക്കി ആ നദിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. നീന്താൻ ഒട്ടും പോലും അറിയാത്ത അങ്കിത ആ വെള്ളത്തിൽ ഒരല്പസമയം കൈകാലിട്ടടിക്കുകയും വളരെ ദാരുണമായി മരിക്കുകയും ചെയ്തു. ഇവരുടെ 3 പേരുടെയും കുറ്റസമ്മതം കേട്ട് പോലീസുകാർ പോലും ഞെട്ടി. ഈ 3 പേരെയും കോടതിയിൽ ഹാജരാക്കി 500 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ്. ജനങ്ങളുടെ എല്ലാം പ്രതീക്ഷ അവർ 3 പേർക്കും വധശിക്ഷ നൽകണമെന്നാണ്. കോടതിയും അതേ വിധി തന്നെ നൽകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാൽ ഇത്രയും പണവും സ്വാധീനവും രാഷ്ട്രീയ പിൻബലവുമുള്ള ഇവർക്ക് കോടതി വധശിക്ഷ നൽകുമോ? ഇന്നത്തെ സാഹചര്യം, സമൂഹം, നിയമവ്യവസ്ഥകൾ, അതിനുള്ളിലെ പഴുതുകൾ, ഇതെല്ലാം വെച്ച് ഇവർ രക്ഷപ്പെടുമോ? നിങ്ങൾ ഈ ഒരു കേസിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? തന്റെ പാവപ്പെട്ട കുടുംബത്തെ പോറ്റണമെന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ദാരുണമായ കാര്യം. എല്ലാ ജോലിസ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമന്റുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.